മഹാനായ കഴുകുമിത ഈട വൃത്തിയാക്കാൻ ഭാരതിൽ പിന്നെയൊക്കെ വെള്ളം കലർന്ന പെട്രോളാണ്. ടാങ്കിനുള്ളിൽ വെള്ളം കയറിയ കൊല്ലത്തിൽ ഒരിക്കൽ കഴുകയില്ലോ. കഴുകുമിത ഈട വൃത്തിയാക്കാൻ വേണ്ടിട്ട് കഴുകി അങ്ങനെ നമ്മളിപ്പോ കുടിച്ച് ഇപ്പൊ ഞാനൊരു 20 മില്ലി പെട്രോൾ കുടിച്ചു. ഇവര് 10 മില്ലി കുടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ 2 തവണയായിട്ടൊരു 90 അടിച്ചു. എടാ കൊണ്ടടാ എനിക്കൊന്നും അറിയില്ലെങ്കിൽ മാറി. എടാ ഒന്നും ആവുന്നില്ലടാ. കിട്ടി അടക്കി. ഓക്കെ അത് മാത്രം കിട്ടി. എടാ ഒന്നും ആവുന്നില്ലടാ. ഇതിന് സാന്ദ്രത അനുസരിച്ച് 1 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. എനിക്ക് ഇഞ്ചക്ടർ പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നത് ഒരു ഫുൾ ടാങ്ക് അടിച്ചും കലക്കി വിട്ടാൽ മതി. എന്തായാലും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഭാരതിൽ പിന്നെയൊക്കെ വെള്ളം കലർന്ന പെട്രോളാണ്. പിന്നെ കുറച്ച് ഗ്ലാസ് വെള്ളം അടിച്ച് ഒരു ഫുൾ ടാങ്ക് അടിച്ച് കലക്കിയും അടിക്കുക. പെട്രോളിന്റെ ചുവയുണ്ടല്ലോ, അതും തിരിച്ചറിയിപ്പോയി. അപ്പോൾ വി ആർ പ്രൈമിങ് ദ പമ്പ്. നമ്മളിപ്പോൾ 4 തവണ പ്രൈം ചെയ്തു. പമ്പ് ചെയ്തോണ്ടിരിക്കും. പ്രഷർ ബിൽഡാവും. പിന്നെ പെട്രോൾ ഇഞ്ചക്ടറിൽ നിന്ന് തള്ളി പുറത്തേക്ക് കൊടുക്കും. അത് പ്രൈം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സാധാരണ. അപ്പം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം എന്ത് ചെയ്യും, വെള്ളം പ്രൈമിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് തള്ളണം. തിയറിറ്റിക്കലി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രാക്ടിക്കലിയാണ് ചെയ്യുന്നത്. ആദ്യം കണ്ട് ഇറങ്ങിയത് വെള്ളമായിരിക്കും. ഇതിലത്ര 1 ഗ്ലാസ് പെട്രോൾ കാണും. അല്ല, വെള്ളം. 1 ഗ്ലാസ് പെട്രോൾ. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഐഡിയ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുമ്പോഴത്തേക്കും അപ്രോക്സ് 15 ml ആയതുകൊണ്ട് അത് മിക്സായി പോകും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ? പ്രതീക്ഷകളുടെ ഭാരമാണല്ലോ ജീവിതം. ChatGPT നമ്മൾ അന്വേഷിച്ചപ്പോൾ ChatGPT പറഞ്ഞത് 15 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂണോ 1 സ്പൂണേ ഉള്ളൂ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ മതി, അത് ഡിസോൾവ് ആയിട്ട് പൊക്കോളും. ചെറിയ തോതിൽ വെള്ളത്തെ ആഗ്രഹിക്കാനുള്ള കഴിവ് പെട്രോളുണ്ട്. അനിയൻ ഈ പെട്രോൾ കുറച്ച് വായ്പ എന്ത് ചെയ്യണം? 90 ml അടിച്ചു. 15 ml വെള്ളം കത്തിക്കാൻ 9 ലിറ്റർ പെട്രോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുടിച്ച പെട്രോൾ കുടിച്ചുകൊണ്ട് ആ പെട്രോൾ മിക്സ് ആയി പോകാൻ വേണ്ടി നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കും കേട്ടോ. കാരണം കരിമ്പിൽ നിന്നാണല്ലോ എത്തനോൾ ഉണ്ടാക്കുന്നത്.